കേരളം കണ്ടിട്ടുള്ള, കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാഗുരുവായിരുന്നു ആണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ്റെ ജീവിതമെന്ന് പറയുന്നതും ഗുരുദേവൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ആശയപരമായി, ആദർശപരമായി, തത്വാധിഷ്ഠിതമായി, ആരോഗ്യകരമായ ഒരു ജീവിതം എങ്ങനെ പടുത്തുയർത്താം, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും സമാജത്തിനുമൊക്കെ എങ്ങനെ വളരെ ശക്തമായി ഏകോദര സഹോദരങ്ങളെ പോലെ ജാതിമത വ്യത്യാസങ്ങളും ഇല്ലാതെ കഴിയാം എന്നുള്ള ഒരു ചിന്തയാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. ഈ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ള വലിയ സതുദ്ദേശത്തോടു കൂടിയാണ് SNDPക്ക് ഗുരുദേവൻ മുൻകൈയെടുക്കുന്നത്. അതായത് ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും ഒക്കെ കൂടെ, പ്രധാനമായിട്ട് കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും ഒക്കെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന കാര്യങ്ങൾ ലോകത്ത് പ്രാവർത്തികമാക്കണം എന്ന് തുടങ്ങിയിട്ടാണ് SNDP തുടങ്ങുന്നത്. ആ SNDP തുടങ്ങിയ സമയത്ത് തന്നെ ഗുരുദേവൻ പറഞ്ഞിരുന്നു, ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല വേണ്ടത്, 36 ക്ഷേത്രങ്ങൾ പണിതു, ഇനി ക്ഷേത്രങ്ങളല്ല വേണ്ടത്, നമുക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി, വ്യവസായം, ചെറുകിട വ്യവസായം, ശുചിത്വം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അങ്ങനെയാണ് SN ട്രസ്റ്റ് ഉണ്ടാവുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഗുരുദേവൻ ദീർഘകാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൽപ്പു ഉണ്ടായിരുന്നു, കുമാരനാശൻ ഉണ്ടായിരുന്നു, R ശങ്കർ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രമുഖരായ, അന്ന് സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും SNDPയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി. പക്ഷെ അങ്ങനെ വരുന്നവർ SNDPക്ക് ഈഴവർക്ക് മാത്രമല്ല, ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ഹിന്ദു മണ്ഡലം കൊല്ലത്ത് R ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടെ ചേരുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞു, R ശങ്കറിൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ SNDPക്കകത്ത് SNDPയുടെ നേതൃത്വത്തിൽ വന്ന പലരും അത്ര പ്രഗത്ഭരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ SNDP ശാഖകളൊക്കെ ഒരു ഗതി പിടിക്കാത്ത രീതിയിലൊക്കെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ശാഖകൾ പോവുകയാണ്. ഉള്ള മുതൽ അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല, സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, ആ ഒരു പരിതാപകരത്തിലുള്ള SNDP പോവുകയായിരുന്നു. ആ സമയത്താണ് കേരളത്തിൽ ക്രിസ്തീയ മുസ്ലിം സംഘടനകൾ കേരള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടൊക്കെ അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം, 80കൾ 90കളൊക്കെ പറയുന്ന സമയമാണ് ഞാൻ ഈ പറയുന്നത്, ശക്തമായിരുന്നു. ആ സമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ സെക്രട്ടറിയായി ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് വരുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് 2000-ന് മുമ്പ് 1995 കാലഘട്ടത്തിലൊക്കെ വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ വരികയാണ്. ശരിക്കും വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളിന് അന്ന് SNDPക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം SNDP അന്നത്ര വലിയൊരു ശക്തിയായിരുന്നില്ല. പിന്നെ SNDPയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യോഗനാഥത്തിൻ്റെ പരിപാടികൾ കൊണ്ടും ലേഖനം എഴുതിയും പ്രസംഗിച്ചും ക്ലാസ് എടുത്തും ഈ സംഘങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുമൊക്കെ അതിശക്തമായ ഒരു SNDPയെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പങ്ക് നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും മതിയാകില്ല. വലിയ പങ്കാണ് വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ വെള്ളാപ്പള്ളി നടേശന് പറ്റിയത്, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്, അദ്ദേഹം ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്, ബിസിനസ് മൈൻഡ് കൂടി ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആണ് പ്രശ്നം തുടങ്ങിയത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് സംഘടന കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അതിന് പകരം അദ്ദേഹത്തിന് ഒരു ബിസിനസ് മൈൻഡ് ഇതിനകത്ത് കയറിയപ്പോൾ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയ പണവും ബാങ്കുകളിൽ നിന്ന് കിട്ടിയ പണവും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ നടന്നതായി 124 കേസുകൾ വന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പരിപാടിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം മദ്യവുമായി ബന്ധപ്പെട്ട ബാർ വ്യവസായം മതിയാക്കണമായിരുന്നു. എത്രയോ പേർ അങ്ങനെ ചെയ്തിട്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന, അതുപോലെ തിരുവനന്തപുരം സൗത്ത് പാർക്ക് ഹോട്ടലിൻ്റെ ഉടമയും മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും പല കോളേജുകളുടെയും ഉടമയായിട്ടുള്ള ആ വ്യക്തി നേരത്തെ ബാർ നടത്തിയിരുന്നു, ശക്തമായി ബാർ നടത്തിയിരുന്നു. അതിനു മുമ്പ് ചാരായ ഷോപ്പിൽ പോലും വളരെ കുട്ടിയായിരുന്നപ്പോൾ ചെറുപ്പകാലത്ത് നിന്നിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ നിന്ന് പടിപടിയായി വളർന്നു വന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത്, ഹോട്ടൽ വ്യവസായ രംഗത്തിലേക്കൊക്കെ മാറിയപ്പോൾ ഈ ബാർ വ്യവസായത്തിൽ നിന്ന് ഒരുപാട് അങ്ങ് മാറിയായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. തുടക്കമൊക്കെ ബാറിലും ചാരായത്തിലൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ കുറച്ചുകൂടി മാറിക്കഴിയുമ്പോൾ പഴയ അത് കളയും, കാരണം മറ്റത് മതി അവർക്ക്. ആ തരത്തിൽ ബാർ വ്യവസായമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ പറയുന്ന സാമുദായിക നേതാവ് എന്നുള്ള നിലയിൽ ശക്തനായി നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ വെള്ളാപ്പള്ളിക്ക് മറ്റൊരു പേരുണ്ടാകുമായിരുന്നു. ടിന്നിൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല, കമ്പനി ആക്ട് അനുസരിച്ച് 89 വർഷത്തെ കണക്ക് കൊടുത്തിട്ടില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. അവർ കണക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഈ സ്വയം സഹായ സംഘങ്ങളുടെ കണക്ക് കൊടുക്കേണ്ടി വരും.
അതുമായി ബന്ധപ്പെടുത്തിയ കേസുകൾ കിടക്കുന്നു, പരാതികൾ 124 കോടതി കേസ് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകാതെ നോക്കിയിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറുമായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം പക്ഷേ കരചരണാദികളറ്റ് കിടക്കുന്ന വാസവദത്തെ പോലെ അദ്ദേഹത്തിന് കേസുകളും, കേസിൻ്റെ പുറത്ത് കേസും, അതിനിടയിൽ ഒരു പത്മഭൂഷണും ഒരു പത്മശ്രീയും പിന്നെ പത്മശ്രീ വിഭാഗത്തിൽപ്പെടുന്ന ഒരു അവാർഡും, അതിനെ തുടർന്ന് അതുപോലെ തന്നെ കേസും, കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കിവിടലും, അദ്ദേഹം ഉൾപ്പെടെയുള്ള 8 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെ എസ് എൻ ട്രസ്റ്റിൽ കയറരുതെന്ന് പറയലും വലിയ പുകിലായിട്ടുണ്ട്. SNDPയിലും എസ് എൻ ട്രസ്റ്റിലൊന്നും അവർക്ക് യാതൊരു സാധ്യതയില്ല എന്ന് പറയുന്നു. ശിവഗിരി മഠത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്നു. പണ്ടും തള്ളി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിനുശേഷം അവർ ടൈപ്പായതാണ്. ഇപ്പോഴിതാ കൃത്യമായി സച്ചിദാനന്ദ സ്വാമികളും അതുപോലുള്ള ആളുകളുമൊക്കെ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വേണ്ടിയിരുന്നില്ല. ശക്തനായ നേതാവാണ് അദ്ദേഹം. മുസ്ലിം ലീഗിനോടുള്ള വിരോധം പറഞ്ഞ് മുസ്ലിം വിരോധമായി കേരള സമൂഹം അത് ഏറ്റെടുത്തു. ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ നിലപാട്, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ വണ്ടിയിൽ പോയി കയറിയത്, അതുപോലെ ലോകാബദ്ധം വല്ലതും ഉണ്ടോ? പിണറായി വിജയൻ്റെ വണ്ടിയിൽ കയറി, പിണറായി വിജയൻ ഒരു പ്രാവിനെ പണ്ട് പടർത്തി, അപ്പം തന്നെ പ്രാവ് ചത്ത്. ഒരുപാട് കാര്യങ്ങളുണ്ട് പിണറായി വിജയനുമായിട്ട്. നെഗറ്റീവ് മൈക്ക് എവിടെ ഓൺ ചെയ്താലും, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മൈക്ക് ദുരന്തമായി മാറും. ആ പിണറായി വിജയൻ അങ്ങനത്തെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ കുഴപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കാറിൽ ചെന്ന് കയറി അന്ന് മുതൽ തുടങ്ങി ശനികാലം. അപ്പോൾ പിണറായിയും കൈവിട്ട്, കോടതിയും കൈവിട്ട്, സകലതും കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ഈ ഒരു പരിതാപകരമായ കഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകേണ്ട ആളുമല്ല വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം അതിശക്തനായ, ഞാൻ പറഞ്ഞല്ലോ 10-30 വർഷക്കാലം കൊണ്ട്, അതിനു മുമ്പ് ശങ്കറിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം, ശങ്കറിൻ്റെ കാലം കഴിഞ്ഞ് വെള്ളാപ്പള്ളിയുടെ കാലത്തിനിടയ്ക്കൊരു കാലമുണ്ട്. വളരെ വളരെ പരിതാപകരമായിരുന്ന ഒരു SNDP യോഗങ്ങളുടെ ഒരു കാലമുണ്ടായിരുന്നു. SNDP ശാഖകളുടെ ഒരു കാലമുണ്ടായിരുന്നു. അവർ കഷ്ടപ്പെടുകയായിരുന്നു. അവർക്ക് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പല പ്രതിസന്ധികൾ. പക്ഷേ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ആവശ്യമുള്ള പണമെല്ലാം കൊണ്ടുവന്ന്, ആ പണവും പ്രസംഗവും എഴുത്തും വായനയും ഉദ്ബോധനവും മോട്ടിവേഷനും ഒക്കെ ആയി സകല രൂപത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തതിൽ വെള്ളാപ്പള്ളി നടേശനെടുത്ത എഫർട്ട് നമുക്ക് കാണാതിരുന്നുകൂടാ. പക്ഷെ അങ്ങനെ എഫർട്ട് എടുത്തൊരു മനുഷ്യന് അവസാനം പതനം വളരെ വലുതായിപ്പോയി എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ജപ്തിയുടെ അടുത്ത് നിൽക്കുന്നു ഓഫീസുകൾ. അവർക്ക് ഓഫീസിൽ കയറാൻ പറ്റുന്നില്ല. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഡോക്ടർ സോമൻ അടക്കമുള്ള 8 അംഗങ്ങൾക്കും ഇതിനകത്ത് കയറാനേ പറ്റുന്നില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. അത് വേണ്ടിയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഗുരുദേവനിൽ തുടങ്ങി ശങ്കറിലെത്തുമ്പോൾ ഒരു SNDP, ശങ്കറിൽ തുടങ്ങി വെള്ളാപ്പള്ളിയുടെ തുടക്കം മുതലൊരു SNDP, അതിനുശേഷം മറ്റൊരു 3 ഘട്ടമായി നമുക്ക് SNDP തിരിക്കാം. അതിലേറ്റവും വസന്തകാലമായിരുന്നത് 1-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും തന്നെയാണ്. 2-ാം ഘട്ടത്തിൽ അത്ര വസന്തകാലമായിരുന്നില്ല. ആ 3-ാം ഘട്ടത്തിൻ്റെ വസന്തകാലത്തെ കൂടുതൽ ഭംഗിയായി കൊണ്ടുപോകാൻ വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ.